പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഇത് നമ്മുടെ പൊന്നാങ്കണ്ണി ചീര പറിച്ച് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തേക്കുവാണ്. അപ്പോൾ ഇത് നമ്മുടെ കാഴ്ചശക്തി വർദ്ധിക്കും. ധാരാളം വൈറ്റമിനൊക്കെ അടങ്ങിയിട്ടുണ്ട്. നമുക്ക് തൈറോയ്ഡ് പോലുള്ള രോഗങ്ങൾ, അതുപോലെ തന്നെ പ്രഷർ, പ്രമേഹം ഇവയൊക്കെ ഉള്ളവർക്ക് ഏറ്റവും നല്ലതാണ്. ഇത് ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും നമുക്ക് തോരൻ വെച്ച് ഉപയോഗിക്കണം. എന്നും കഴിക്കാൻ പറ്റുമെങ്കിൽ എന്നും നമുക്ക് ഉപയോഗിക്കാം. ഞാനിക്കൊരു 5-6 ചട്ടി ഞാൻ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഒറിജിനൽ പൊന്നാങ്കണ്ണി ചീരയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അടിവശം ഇങ്ങനെ നല്ല വെയിലത്തൊക്കെ നിൽക്കുമ്പോഴത്തേക്കിന് ഇത് പൊന്നാങ്കണ്ണി ചീരയല്ല. ഇത് നിങ്ങൾ നോക്കിയത് എനിക്ക് 2-3 വേറെ വെറൈറ്റി ഉണ്ട്. ഇത് പൊന്നാങ്കണ്ണി ചീര പോലത്തെ ഒരു ചീരയാണ്. ഇത് പൊന്നാങ്കണ്ണി ചീരയല്ല. കറക്റ്റായിട്ടുള്ള പൊന്നാങ്കണ്ണി ചീര എന്ന് പറയുമ്പോൾ ഇതാണ് കണ്ട. ഇതിൻ്റെ ഇല നല്ല കനം കുറഞ്ഞ് നല്ല നേർത്തിരിക്കും. ഇതാണ് ഒറിജിനൽ പൊന്നാങ്കണ്ണി ചീര. ഇതുപോലത്തെ രീതിയിലുള്ള 2-3 വെറൈറ്റി ഉണ്ട്. അതെല്ലാം ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ വ്യത്യാസം കണ്ടോ. ഇത് ഒറിജിനൽ പൊന്നാങ്കണ്ണി ചീരയാണ്. അപ്പം ഞാൻ ആദ്യം എടുത്തത് ഇത് അല്ല, ഇത് പൊന്നാങ്കണ്ണി ചീരയല്ല. അതുപോലത്തെ വേറൊരു ടൈപ്പ് ചീരയാണ്. ഇതൊക്കെ നല്ല വൈറ്റമിനാണ്. അപ്പം നമുക്ക് 10 പൈസ മുടക്കില്ല. നമ്മുടെ വീട്ടുവളപ്പിൽ തന്നെ, നമ്മുടെ അടുക്കള തോട്ടത്തിൽ തന്നെ ചെറിയ ഗ്രോ ബാഗിലോ ചട്ടിയിലോ ഒക്കെ ഇത് നട്ട് വളർത്തി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ തോരൻ വെക്കാൻ കിട്ടും. അതുപോലെ തന്നെ ഇടയ്ക്ക് നമ്മൾ ഇച്ചിരി ചാണകപ്പൊടിയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തേച്ചാൽ മതി. എന്നും വെള്ളം ഒഴിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നല്ല വൈറ്റമിനായിട്ടുള്ള പച്ചക്കറികൾ ഒക്കെ ഉണ്ടാക്കിയെടുക്കുക. ഇതുപോലെ ഇലക്കറികൾ ഉണ്ടാക്കിയെടുക്കുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനലൊക്കെ ഒന്ന് കയറി കാണണം. ഓരോ വീഡിയോയും കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം.